ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, അവിയലാണ്. അവിയലിന് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കുറച്ച് നാടൻ രീതിയിലുള്ള അവിയലാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാഴപ്പിണ്ടി കിട്ടിയപ്പോൾ ഞാൻ വാഴപ്പിണ്ടി ഉപയോഗിച്ചിട്ട് അവിയൽ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. കൂടുതൽ ഇതിൽ ഉള്ളത് വാഴപ്പിണ്ടിയാണ്, ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ വാഴപ്പിണ്ടി കൂടുതലായിട്ട് ചേർത്തിട്ട് ഇതുപോലെ അവിയൽ ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വാഴപ്പിണ്ടി അവിയൽ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഴപ്പിണ്ടിയാണ്. വാഴപ്പിണ്ടി ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. വാഴപ്പിണ്ടിയാണ് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട്, മത്തങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസ് പടവലങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു മുരിങ്ങയ്ക്ക് എടുത്തിട്ടുണ്ട്. 5-6 പയർ എടുത്തിട്ടുണ്ട്, നമ്മുടെ അച്ചിങ്ങ എന്ന് പറയുന്ന നീളത്തിലുള്ള പയറുണ്ടല്ലോ. പിന്നെ ഒരു പീസ് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാക്കിയുള്ള വെജിറ്റബിൾസ്. ഇത് നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ നാടൻ രീതിയിൽ നമ്മുടെ ചേമ്പിൻ്റെ തണ്ടുണ്ടല്ലോ, ചേമ്പിൻ്റെ തണ്ട്, ചേമ്പ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വാഴപ്പിണ്ടിയുടെ കൂടെ ചേർത്തിട്ട് അങ്ങനെയും നമുക്ക് ശരിക്ക് തനി നാടനായിട്ടുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ എനിക്ക് ചേമ്പിൻ്റെ തണ്ടൊന്നും കിട്ടാൻ നിവൃത്തിയില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് വേറെ വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം, സവോള ആഡ് ചെയ്യാം, അതൊക്കെ ചേർക്കാം. നമ്മളിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ എടുത്തിരിക്കുന്നത് തേങ്ങ ചിരവിയത്, 1.5 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. 8-10 ഉള്ളി എടുത്തിട്ടുണ്ട്. 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് മുളക് പൊടി ചെറിയൊരളവിലേ ചേർക്കുന്നുള്ളൂ, ഒരു പേരിന് മാത്രം, ഒരു കളർ കിട്ടാൻ. ബാക്കി എരിവൊക്കെ പച്ചമുളകിൻ്റെ എരിവാണ് വരിക, അതുകൊണ്ടാണ് ഇത്രയും പച്ചമുളക് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവ് അനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം തീരുമാനിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ വയ്ക്കാം. വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് വയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മൺചട്ടിയിലാണ് അവിയൽ റെഡിയാക്കുന്നത്. മൺചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഈ വാഴപ്പിണ്ടി കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ഞാനിപ്പോൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയുള്ളൂ. വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ കളർ മാറിപ്പോവും. ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, നമ്മുടെ എരിവുള്ള മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ മതി, അധികം വേണ്ട. വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ്, ധാരാളമായിട്ട് ഒരു 2-3 തണ്ട് കറിവേപ്പില. പിന്നെ നമ്മൾ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇത് വെള്ളം ഒഴിച്ചിട്ടല്ല നമ്മൾ വേവിക്കുന്നത്, വെളിച്ചെണ്ണയിലാണ് വേവിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ മീൻസ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു അവിയലിൻ്റെ പ്രത്യേകത. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും ആ വെളിച്ചെണ്ണയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ മിക്സ് ആവുന്ന രീതിയിൽ നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കുക. ചെറിയ ഫ്ലെയിമിൽ വയ്ക്കുക. നന്നായിട്ട് ആവി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ആവി വന്നു കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നെ മൺചട്ടി ആയതുകൊണ്ട് ചട്ടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് മത്തങ്ങയൊക്കെ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് ആവി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ആവി വരട്ടെ, അതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം. അപ്പോൾ നമ്മുടെ ലിഡിൽ കണ്ടോ നന്നായിട്ട് ആവിയൊക്കെ അടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ പച്ചമുളകാണ്. പച്ചമുളക് ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്താണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അരപ്പിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ അരപ്പിൻ്റെ കളർ മാറിപ്പോവും, അതുകൊണ്ടാണ് പച്ചമുളക് ഇതുപോലെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുന്നത്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓരോ ഓപ്ഷനും കൂടി പറയാം. പുളി ചേർക്കുമ്പോൾ വാളൻപുളി പിഴിഞ്ഞ് ചേർക്കാം, തൈര് ചേർക്കാം, പച്ചമാങ്ങ ചേർക്കാം. ഇത് 3-ൽ ഏതെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. വാളൻപുളിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഈ അവിയലിൻ്റെ കഷ്ണങ്ങളൊന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കിയെടുക്കാം. കുറച്ച് സമയം എടുക്കും കേട്ടോ കുക്കായി വരാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ വെജിറ്റബിൾസ് ആ ഒരു ആവിയിൽ കുക്കായി വരുമ്പോൾ കുറച്ച് സമയം എടുക്കും ഒന്ന് കുക്കായി വരാൻ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ അരപ്പൊക്കെ റെഡിയാക്കി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നീക്കാം. നമ്മളിപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് ഒരു തണ്ട് കറിവേപ്പില, അതുപോലെ തന്നെ നമ്മുടെ തേങ്ങ ചിരവിയത്
ഉള്ളി ഇപ്പോൾ ചേർക്കില്ല കേട്ടോ, ഉള്ളി അരഞ്ഞു പോകരുത്, അതുകൊണ്ട് നമ്മൾ ഉള്ളി ഇപ്പോൾ ചേർക്കില്ല. ഇനി ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നമ്മുടെ ക്യൂമിൻ സീഡ്സും കൂടി ചേർക്കുക. ചെറിയ ജീരകം തന്നെ ആയിരിക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നമ്മുടെ അവിയലിൻ്റെ പാകത്തിൽ ഒന്ന് ഒതുക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഉള്ളി ചേർക്കാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഉള്ളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഉള്ളി അരഞ്ഞു പോകരുത്, അല്ലെങ്കിൽ ഉള്ളി ചതച്ച് ചേർക്കുക. ഉള്ളി ചതച്ച് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. പിന്നെ ഉള്ളി ചതച്ച് ചേർക്കാൻ ഇനി മടിയൊക്കെ ആണെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉള്ളിയും കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഉള്ളി മുഴുവനായിട്ട് മുറിയണം പോലുമില്ല കേട്ടോ. ഉള്ളിയൊക്കെ നമുക്ക് ഇടയ്ക്ക് അവിയലിൽ കടിക്കാൻ കിട്ടുന്ന പാകത്തിലൊന്ന് ഒതുക്കിയെടുക്കുക. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ വെജിറ്റബിൾസ് 1/4 ഭാഗം കുക്കായി കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കിയിട്ട് വീണ്ടും എന്താണ് വീഡിയോ വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. അരപ്പ് ചേർക്കാനല്ല കേട്ടോ, വെജിറ്റബിൾസ് കുക്കായിട്ടില്ല. ഞാനൊരു കാര്യം കാണിച്ചു തരാനാണ്. അപ്പോൾ നമ്മൾ ആവിയിൽ വേവിക്കുക എന്ന് പറയുമ്പോൾ പലർക്കും സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ആവിയിൽ വേവുക, വെള്ളം ഉണ്ടാവോ, വെള്ളം ചേർക്കാതെ വേവ് കറക്റ്റ് ആവോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ വെജിറ്റബിൾസിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന വെള്ളമാണിത്. ഈ വെള്ളത്തിൽ നമ്മുടെ വെജിറ്റബിൾസ് കുക്കായി വന്നോളും. വെജിറ്റബിൾസിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നോളൂ കേട്ടോ. അതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അവിയലിൻ്റെ കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ വേവിച്ചെടുക്കാനായിട്ട്. അത് ഏത് രീതിയിൽ അവിയൽ ഉണ്ടാക്കുകയാണെങ്കിലും, നമ്മൾ സദ്യ അവിയൽ ഉണ്ടാക്കുകയാണെങ്കിലും അല്ലാതെയുള്ള വേറെ അവിയലുകൾ ഉണ്ടാക്കുകയാണെങ്കിലും ചീര അവിയലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ക്യാമറ ഓൺ ചെയ്തതാണ്. കഷ്ണങ്ങളൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഇതുണ്ടോ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈരാണെങ്കിൽ തൈര് ഇപ്പോൾ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ പുളിയാണെങ്കിൽ പുളി ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. മാങ്ങയാണെങ്കിൽ മാത്രം നമ്മൾ കഷ്ണങ്ങൾ വേവിക്കാൻ വയ്ക്കുമ്പോൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ പുളി ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുക. ആ പുളി ഒന്ന് ഈ കഷ്ണങ്ങളിലേക്ക് പിടിക്കാൻ പാകത്തിൽ അടച്ചു വയ്ക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. പുളി എല്ലാ ഭാഗത്തേക്കും പിടിച്ചു വരുന്ന രീതിയിൽ. കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ലാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ ചെറിയൊരളവിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് വീണ്ടും 2 മിനിറ്റത്തേക്ക് അടച്ചു വയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ പുളി ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയി. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും നടുഭാഗത്തൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അവിടെ അരപ്പ് വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, വെജിറ്റബിൾസ് കൊണ്ട് മാക്സിമം നമ്മുടെ അരപ്പിനെ ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അരപ്പ് നന്നായിട്ട് ആവി കയറി കുക്കായി വന്നോളും. ഇതാണ് അടിഭാഗത്ത് കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. ആ അരപ്പൊന്നും നമ്മുടെ ചട്ടിയിലേക്ക് കരിഞ്ഞു പിടിക്കാതെ ആവിയിൽ കറക്റ്റായിട്ട് കുക്കായിക്കോളും. കുറച്ച് വെള്ളത്തിൽ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ. കുറച്ച് വെള്ളം ഉള്ളപ്പോൾ നമ്മൾ ഇതുപോലെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. ഇനി ഒരു 2 മിനിറ്റ് നന്നായിട്ട് ആവി വരട്ടെ. ലോ ഫ്ലെയിമിൽ തന്നെയാണ് 2 മിനിറ്റ് വയ്ക്കുക. ഈ ഒരു അവിയലിൻ്റെ കുക്കിംഗ് മിക്കവാറും നടക്കുന്നത് ലോ ഫ്ലെയിമിലാണ്. കുറച്ച് സമയം മാത്രമേ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ നന്നായിട്ട് ആവി കയറി വരട്ടെ. നമ്മളിപ്പോൾ നമ്മുടെ അരപ്പ് ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയി. നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. കണ്ടോ, ഉള്ളിയൊക്കെ ഒന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ ഉള്ളി ഇതിൽ കിടക്കുന്നുണ്ട്. ആ ഉള്ളിയൊക്കെ ഇടയ്ക്ക് നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് തുറന്ന് വെച്ചിട്ട് 1 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത്രയും സമയം നമ്മൾ അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്തത്. ഇനി നമ്മളൊന്ന് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്, എരിവ് ആവശ്യത്തിനുണ്ട്. ഞാനിപ്പോൾ ഇനി ഇതിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് എരിവൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കാം അവിയലിൽ. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് കറിവേപ്പില എടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഉടനെ തന്നെ അടച്ചു വയ്ക്കുക.
എന്താണെന്ന് വെച്ചാൽ ഇനി ആ ഒരു പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും സ്മെല്ലും ഫ്ലേവറും എല്ലാം നമ്മുടെ അവിയലിലേക്ക് പിടിച്ചു വരണം. ഇനി നമ്മൾ എപ്പോഴാണോ ഊണ് കഴിക്കാൻ എടുക്കുന്നത് ആ സമയത്ത് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ ഒന്നും ഇളക്കി മിക്സ് ചെയ്യണ്ട. ഇതുപോലെ അവിയൽ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് കഴിക്കാൻ എടുക്കുന്ന സമയത്ത് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അവിയലിൻ്റെ പരിപാടി. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി വാഴപ്പിണ്ടി ഉപയോഗിച്ചിട്ട് ഇതുപോലെ അവിയലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ വാഴപ്പിണ്ടി ചേർത്തിട്ട് ഇതുപോലെ അവിയൽ ഉണ്ടാക്കി നോക്കൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള അവിയലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.